നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാക് ഭീകരവാദത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച നെറികെട്ടവനാണ് തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിബ് എർദോഗാൻ. ഇന്ത്യയുടെ നെഞ്ചു പിളർക്കാൻ പാകിസ്ഥാന് ആയുധം കൊടുത്ത് ഇന്ത്യയെ അങ്ങ് മലത്തിക്കളയാമെന്ന് മനക്കോട്ട കെട്ടിയ പടുവിഡ്ഢി. പറയാൻ പോകുന്ന കാര്യം അത്ര നിസ്സാരമല്ല. ഇപ്പോൾ കളിയിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. കുറച്ച് പഞ്ച് ഡയലോഗൊക്കെ ഇട്ട് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ പറയുന്നത് പോലെ ഡാ തുർക്കി, നിന്റെ തന്തയല്ല എന്റെ തന്ത. കളിച്ചത് ഇന്ത്യയോടാണ്. എർദോഗാനെ അന്റെ റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും വരെ കീറും. തുർക്കിയുടെ തീക്കളിക്ക് സൗദിയെ ഇറക്കി ചെക്ക് വെക്കാൻ ഇന്ത്യയുടെ വമ്പൻ പ്ലാൻ. പശ്ചിമേഷ്യയിലിട്ട് തുർക്കിയെ പൂട്ടാൻ കരുത്തൻ ആരാണെന്ന് തിരഞ്ഞ ഇന്ത്യക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് സൗദിയാണ്. തുർക്കിയുടെ പ്രധാന ശത്രുക്കളാണ് സൗദിയും UAEയും. ഈ രാജ്യങ്ങളുമായുള്ള നയതന്ത്രം ഊട്ടിയുറപ്പിച്ച് പാകിസ്ഥാന്റെയും തുർക്കിയുടെയും പത്തി നോക്കി അടിക്കാൻ ഇന്ത്യ. തുർക്കിയോട് ശത്രുതയുള്ള സൗദിയോട് പരമാവധി അടുപ്പമുണ്ടാക്കുക, അതാണ് ഇന്ത്യ നടത്തുന്ന നയതന്ത്ര നീക്കം. പശ്ചിമേഷ്യയിൽ തുർക്കി മത്സരിക്കുന്നത് സൗദി അറേബ്യയോടും UAEയോടുമാണ്, അതും ഖത്തറുമായി ചേർന്ന്. ഇക്കാര്യത്തിൽ അവർക്ക് കൂട്ട് പാകിസ്ഥാനെയും മലേഷ്യയെയും പോലുള്ള ഗൾഫ് ഇതര മുസ്ലിം രാജ്യങ്ങളാണ്. 2019 ക്വാലാലംപൂർ ഉച്ചകോടിയിൽ പാകിസ്ഥാൻ, മലേഷ്യ, തുർക്കി, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ കൈകോർത്തത് സൗദിക്ക് വെല്ലുവിളിയായാണ് വിലയിരുത്തപ്പെട്ടത്. ഉച്ചകോടിയിൽ പങ്കെടുക്കരുതെന്ന് പാക് പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനോട് അന്ന് സൗദി പറഞ്ഞിരുന്നു. ഇതിന് സൗദിയെ എർദോഗാൻ കുറ്റപ്പെടുത്തി, പാകിസ്ഥാനെ വിരട്ടുന്നുവെന്ന്. തുർക്കിയുടെ ഗുണ്ടായിസം കളിക്ക് നയതന്ത്രത്തിലൂടെ മറുപടി കൊടുക്കുകയാണ് സൗദി എല്ലാ കാലത്തും ചെയ്യുന്നത്. തുർക്കിയുമായി അതീവ ഗാഢമായ സൗഹൃദ ബന്ധമുണ്ടെങ്കിലും സൗദിയെ ഒരു പരിധിയിൽ കൂടുതൽ പിണക്കാൻ പാകിസ്ഥാന് കഴിയില്ല. കാരണം ഇപ്പോഴും സൗദിയുടെ സാമ്പത്തിക സഹായങ്ങളിലാണ് പാകിസ്ഥാൻ കഞ്ഞി കുടിച്ചു കിടക്കുന്നത്. സൗദിയിൽ നിന്ന് കിട്ടുന്ന സഹായം പാകിസ്ഥാനെ പിടിച്ചു നിർത്തുന്നതിൽ നിർണായകമാണ്. അത് സൗദി ഭരണകൂടത്തിനും അറിയാം. പാകിസ്ഥാനെ മെക്കിട്ട് കയറാൻ അനുവദിക്കാതെ, എന്നാൽ ആ രാജ്യത്തിനു മേലുള്ള സ്വാധീനം കുറയ്ക്കാതെ കൊണ്ടുപോകാനുള്ള കൗശലം സൗദി ഭരണാധികാരികൾ എല്ലാ കാലത്തും പുറത്തെടുക്കുന്ന നയമാണ്. തുർക്കിയുമായി കൈവിട്ട കളിക്ക് നിന്നാൽ നയാ പൈസ തരില്ലെന്ന ലെവലിലേക്ക് സൗദി എത്തിയാൽ പാകിസ്ഥാന് പത്തി മടക്കേണ്ടി വരും. അത് എർദോഗാന്റെ മുഖത്തേൽക്കുന്ന അടിയാണ്. അതായത് ഒരു ചരടിൽ പാകിസ്ഥാനെ കെട്ടി ആടിക്കളിക്കട കൊച്ചുരാമ എന്ന് കളിപ്പിക്കാനും സൗദിക്കറിയാം. ഭീകരവാദം ചെറുക്കാൻ ഇന്ത്യക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് സൗദി. പഹൽഗാം ദുരന്തത്തിൽ ഇന്ത്യക്ക് ആദ്യത്തെ പിന്തുണ സൗദിയിൽ നിന്നുമായിരുന്നു. ഭീകരവാദത്തിന്റെ വേരറുക്കാനുള്ള ഇന്ത്യൻ നീക്കത്തിന് പൂർണ്ണ പിന്തുണ സൗദി പ്രഖ്യാപിച്ചു. മെയ് 8 ഡൽഹിയിൽ മുന്നറിയിപ്പില്ലാതെ ഒരു വിദേശ അതിഥി എത്തിയിരുന്നു. അന്താരാഷ്ട്ര നയതന്ത്ര തലത്തിൽ മുൻകൂട്ടി പരിപാടികളൊന്നും ക്രമീകരിക്കാതെ ഡൽഹിയിലെത്തിയത് സൗദി അറേബ്യയുടെ വിദേശകാര്യ സഹമന്ത്രി ആദിൽ അൽ ജുബൈർ ആയിരുന്നു. അദ്ദേഹം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി നേരെ ഇസ്ലാമാബാദിലേക്ക് പോകുകയും ചെയ്തിരുന്നു. അവിടെ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷ്ഹാഖ് ദാറുമായി അദ്ദേഹം ചർച്ചയും നടത്തിയിരുന്നു. തുടർന്ന് മെയ് 9 10 സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വിദേശകാര്യമന്ത്രിമാരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും പോർ അവസാനിപ്പിച്ചത് അമേരിക്കൻ ഇടപെടൽ കൊണ്ടാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ഉന്നയിക്കുമ്പോഴും സൗദി ഭരണകൂടം അത്തരം വീരവാദങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. എന്നാൽ സൗദിയുടെ ഇടപെടലിന് അമേരിക്കയുടേതിനേക്കാൾ ഗൗരവം ഇന്ത്യ കൽപ്പിക്കുന്നു. പാകിസ്ഥാൻ തുർക്കിയുടെ കോർട്ടിലാണെന്ന് എർദോഗാൻ അഹങ്കരിക്കുമ്പോഴും സൗദി ഒന്ന് വിരൽ ഞൊടിച്ചാൽ മുട്ടുമടക്കേണ്ടി വരും പാകിസ്ഥാന്. അത് ആ രാജ്യത്തിന്റെ ഗതികേട് കൂടിയാണ്. കാരണം പട്ടിണിയും പരിവട്ടവുമാണ് പാകിസ്ഥാന്റെ ആകെയുള്ള സമ്പാദ്യം. എന്നാൽ അതിൽ ഒരല്പം ആശ്വാസം അത് സൗദിയിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ഗൾഫ് രാജ്യങ്ങളൊന്നും അധികം പാകിസ്ഥാനെ അങ്ങനെ പിന്തുണയ്ക്കാറില്ല, വലിയ സഹായങ്ങളും കൊടുക്കാറില്ല. എന്നാൽ ഭീകരവാദത്തിനു വേണ്ടി പാകിസ്ഥാന് സഹായങ്ങൾ കൊടുക്കുന്ന ചില രാജ്യങ്ങളുമുണ്ട്. തുർക്കിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനോട് വലിയ സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ പാകിസ്ഥാനെ കൊണ്ട് ചില ആവശ്യങ്ങൾ അത് തുർക്കിക്കുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭീകരവാദം തന്നെയാണ്. വലിയ ആയുധ സഹായങ്ങളും ഈ പറയുന്നത് പോലെ തീവ്രവാദത്തിന് ഫണ്ടിങ്ങും ഒക്കെ തുർക്കിയിൽ നിന്നുണ്ടെങ്കിലും അല്ലാതെ പാകിസ്ഥാന്റെ ക്ഷേമത്തിന് വേണ്ടി അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായങ്ങളൊന്നും തുർക്കിയിൽ നിന്ന് കിട്ടാറില്ല. പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് വേണ്ടി സഹായം എത്തുന്നത് അത് സൗദിയിൽ നിന്നാണ്.
ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാന്റെ സാമ്പത്തിക നട്ടെല്ലിന്റെ ഒരംശം അത് സൗദിയിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ചൈനയും പാകിസ്ഥാനെ അങ്ങെടുത്ത് തലയിൽ വെക്കുന്നുണ്ട്. എന്നാൽ ചൈന കണക്ക് കൂട്ടുന്നത് ചൈനയ്ക്ക് ചില കാര്യങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് നേടിയെടുക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാനിലെ ധാതു സമ്പത്താണ്. പ്രകൃതി സമ്പത്ത് മുഴുവൻ ഊറ്റിയെടുക്കുക എന്നുള്ളതാണ് ചൈനീസ് ഭരണകൂടത്തിന്റെ ആവശ്യം. അതിനുവേണ്ടിയാണ് പാകിസ്ഥാനെ സഹായിക്കുന്നത്. പാകിസ്ഥാനിലേക്കൊന്ന് ചെന്ന് നോക്കിയാൽ മനസ്സിലാകും, അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചൈനയുടെ കമ്പോളവും ബിസിനസ്സും ഒക്കെയാണ്. അതായത് ചൈനയുടെ ഒരു കോളനിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പാകിസ്ഥാൻ. ചൈനയ്ക്കും സാമ്പത്തിക നേട്ടം മാത്രമാണ് പാകിസ്ഥാനെ കൊണ്ട് കണക്ക് കൂട്ടുന്നത്. അല്ലാതെ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ അങ്ങ് ഉത്തുംഗ ശൃംഗത്തിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും ചൈനയ്ക്കും ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ സൗദിയെ പിണക്കാൻ ഏതെങ്കിലും കാലത്ത് പാകിസ്ഥാന് കഴിയുമോ? കഴിയില്ല. പിണക്കിയാൽ അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ പോലും നിലയ്ക്കും. അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതലൊന്നും സൗദിയെ കയറി അങ്ങ് ചൊടിപ്പിച്ചുകൊണ്ട് തുർക്കിയുടെ ഭാഗത്തേക്ക് പൂർണ്ണമായും നീങ്ങാൻ ഈ പറയുന്ന പാകിസ്ഥാന് കഴിയില്ല. ഇന്ത്യയുമായി മികച്ച സൗഹൃദ ബന്ധമാണ് സൗദിക്ക് ഇപ്പോൾ ഉള്ളത്. എന്നാൽ മുൻകാല ചരിത്രമെടുത്താൽ പാകിസ്ഥാന്റെ പക്ഷത്തായിരുന്ന ഒരു സൗദി ഉണ്ടായിരുന്നു. ആ ചരിത്രവും കൂടി ഒന്ന് പരിശോധിക്കാം. 2010 വരെ സൗദി അറേബ്യ പാകിസ്ഥാനുമായി പുലർത്തി പോന്നിരുന്നത് ഗാഢ സൗഹൃദമാണ്. 1970കളിൽ തുടങ്ങിയതാണ് പാകിസ്ഥാൻ സൗദി ബന്ധം. ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ പേരിൽ പാകിസ്ഥാൻ സൗദിക്ക് സൈനിക പോലീസ് സേവനങ്ങൾ നൽകി തുടങ്ങിയത് അക്കാലത്താണ്. 1970കളിലും 80കളിലും 15,000 വരെ പാക് സേനാംഗങ്ങളാണ് സൗദിയിൽ തമ്പടിച്ചിരുന്നത്. സൗദി പട്ടാളത്തിന് പാക് സേന വലിയ തോതിൽ പരിശീലനം നൽകിയിരുന്നു. ഇതുകൂടാതെ ചെറിയ തോതിൽ ആയുധ വിൽപ്പനയും ഉണ്ടായിരുന്നു. പകരം പാകിസ്ഥാന് കിട്ടിയതോ ശതകോടിക്കണക്കിന് ഡോളറാണ്. എന്നാൽ പാകിസ്ഥാനിൽ ഭീകരവാദം തളിർത്തപ്പോൾ സൗദിക്ക് ചതി മനസ്സിലായി. അൽ-ഖ്വയ്ദ വളർന്നതും ഇത് ഇസ്ലാമിക് സ്റ്റേറ്റായി രൂപപ്പെട്ടതും സൗദിക്ക് തിരിച്ചടിയുണ്ടാക്കി. പാകിസ്ഥാന്റെ നീക്കങ്ങൾ ബോധ്യപ്പെട്ടതോടെ സൗദി ആ ബന്ധം വിച്ഛേദിക്കാൻ വഴി നോക്കി. അമേരിക്കൻ വേൾഡ് ട്രേഡ് സെന്ററിലുണ്ടായ ആക്രമണത്തോടെ സൗദി അറേബ്യയെ അടക്കം നിരീക്ഷണ വലയത്തിലാക്കി അമേരിക്ക. ഇതോടെ വിദേശ നയത്തിൽ അഴിച്ചുപണി വേണം എന്നുള്ള ചിന്തയിലേക്ക് സൗദി ഭരണകൂടം എത്തി. ഈ അവസരം മുതലെടുത്തത് ഇന്ത്യയാണ്. 2010 ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സൗദി സന്ദർശനം വലിയ ഒരു വഴിത്തിരിവുണ്ടാക്കി. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് മാറാൻ ഈ സന്ദർശനം വഴിവെച്ചു. പരസ്പരം കുറ്റവാളികളെ കൈമാറാനുള്ള ഉടമ്പടിയിൽ ഇന്ത്യയും സൗദിയും ഒപ്പുവെച്ചു. 2012 സൗദി അറേബ്യ സന്ദർശിച്ച പ്രതിരോധ മന്ത്രി AK ആന്റണി അതിലൂടെ ആ രാജ്യം സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയായി. മതതീവ്രവാദത്തിനും ഭീകരവാദത്തിനുമെതിരെ സന്ധിയില്ലാ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്താണ് ആ സന്ദർശന പരിപാടി അവസാനിച്ചത്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ആശങ്കകൾക്കൊപ്പം നിലകൊള്ളുമെന്ന് ആദ്യമായി സൗദി പ്രഖ്യാപിച്ചു. കൊടുംകുറ്റവാളിയായ ഇന്ത്യൻ മുജാഹിദീൻ നേതാവ് അബു ജുണ്ടാലിനെ ഇന്ത്യക്ക് 2012 സൗദി വിട്ടുനൽകി. ഇതുകൂടാതെ ഇന്ത്യയിൽ 10,000 കോടി ഡോളറിനുള്ള നിക്ഷേപ പദ്ധതികളിലാണ് സൗദി അന്ന് ഒപ്പുവെച്ചത്. പ്രതിരോധ രംഗത്ത് സംയുക്ത ഉൽപാദനത്തിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. 40-ലധികം ഇന്ത്യൻ കമ്പനികൾ സൗദിയിൽ ആസ്ഥാനം കണ്ടെത്തി. മോദിയുടെ കാലത്തെടുത്താലോ സൗദി ഇന്ത്യ ബന്ധം അതിർത്തികൾ ഭേദിച്ച് മുന്നേറുകയാണ്. പാകിസ്ഥാൻ തുർക്കി ബന്ധത്തെ ചെറുക്കാൻ ഇന്ത്യ പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കാൻ നീക്കം നടത്തുകയാണ്. കിഴക്കൻ യൂറോപ്പിൽ ഗ്രീക്ക് പിന്തുണയോടെയുള്ള റിപ്പബ്ലിക് ഓഫ് സൈപ്രസിനെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുണ്ട്. നഗോർണോ കരബാഖിനുമേൽ അസർബൈജാനുമായി തർക്കത്തിലുള്ള അർമേനിയയെ ഇന്ത്യ പിന്തുണയ്ക്കുന്നുണ്ട്. കാരണം ചൈനയ്ക്കും തുർക്കിക്കുമൊപ്പം പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവരാണ് അസർബൈജാൻ. അർമേനിയയുടെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാർ ഇന്ത്യയാണ്. അതേസമയം അസർബൈജാന് പാകിസ്ഥാൻ ആയുധങ്ങൾ കൈമാറുന്നുണ്ട്. 160 കോടി ഡോളറിനുള്ള കരാറിൽ അടുത്തിടെ ഒപ്പുവെച്ചിരുന്നു. ഇതനുസരിച്ച് JF-17 തണ്ടർ ബ്ലോക്ക് 3 ഫൈറ്റർ ജെറ്റുകൾ നൽകും എന്നാണ് കരാർ. പാകിസ്ഥാനും തുർക്കിയും അസർബൈജാനും ചേർന്നുള്ള ത്രികക്ഷി ഉച്ചകോടി 2024 ജൂലൈയിൽ നടന്നിരുന്നു. തുർക്കിക്ക് ഇന്ത്യ ചില മറുപടികൾ നൽകാറുമുണ്ട്. ഇന്ത്യയും പശ്ചിമേഷ്യയും യൂറോപ്പും ചേർന്നുള്ള സാമ്പത്തിക ഇടനാഴിയിൽ തുർക്കിയെ ഒഴിവാക്കിയത് ഇതിന്റെ ഉദാഹരണമാണ്. ഏഷ്യയ്ക്കും യൂറോപ്പിനുമിടയിലെ പാലമാണ് തുർക്കി. ഇതിനെതിരെ എർദോഗാൻ എതിർപ്പുമായി എത്തി. സ്വന്തം നിലയ്ക്ക് ഏഷ്യ യൂറോപ്പ് ഇടനാഴിക്കായി ശ്രമം ആരംഭിച്ചു.
ഇന്ത്യ ആകട്ടെ ഗൾഫ് രാജ്യങ്ങളുമായും അമേരിക്ക, റഷ്യ തുടങ്ങി വമ്പന്മാരുമായും പല സഖ്യങ്ങളും സാമ്പത്തിക ബന്ധങ്ങളും ഉണ്ടാക്കി തുർക്കി, പാക്, ചൈന തുടങ്ങിയ കൂട്ടർക്ക് ചെക്ക് വെച്ച് മുന്നേറുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.